ഒരു കുടുംബത്തിന്റെ അത്താണിയായ പ്രവാസി ഇന്ന് കടബാധ്യതയും ഒപ്പം കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടതോടുകൂടി ജീവിതം ഏറെ പ്രതിസന്ധിയിൽ. ജീവിതം വഴിമുട്ടിയ ഇദ്ദേഹം തെരുവോരങ്ങളിലിരുന്ന് സഹായത്തിനായി മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. അദ്ദേഹം ഇൻഫെക്ഷൻ കാരണം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരുമായി സഹായിക്കുക. മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ താമസിക്കുന്ന ഒരു പ്രവാസിയുടെ ജീവിതം ഇന്ന് കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഒരിക്കൽ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഈ മനുഷ്യൻ ഇന്ന് കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും ചേർന്ന് സൃഷ്ടിച്ച വലിയ വെല്ലുവിളികളോട് പോരാടുകയാണ്. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് കുടുംബത്തിന്റെ ഭാവി ഉറപ്പാക്കുവാൻ പരിശ്രമിച്ച അദ്ദേഹം ഭാര്യയും 3 മക്കളും പ്രായമായ ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു. എന്നാൽ കാലക്രമേണ കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തു. ഇതിനിടയിൽ അദ്ദേഹത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയതാണ് കാഴ്ച സംബന്ധമായ ഗുരുതരമായ പ്രശ്നം. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെ മറ്റേ കണ്ണിന്റെ കാഴ്ച ദിനേന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ സാധാരണ ജോലി ചെയ്യുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വഴിയില്ലാത്ത സാഹചര്യത്തിൽ കുടുംബത്തോടൊപ്പം സ്വന്തം വാഹനത്തിൽ തെരുവോരങ്ങളിലിരുന്ന് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് പോലും അദ്ദേഹം എത്തിപ്പെട്ടു. കുറേ കാര്യങ്ങൾ നോക്കി, പക്ഷെ ഒന്നും ക്ലിയർ ആകത്തോണ്ട് ഇന്നിപ്പോൾ കോഴിക്കോട് തെരുവിലുള്ളത്. നമ്മളെല്ലാവരും ഇന്നൊന്ന് സഹായിക്കണം. ഒരു 100-200 തന്ന് സഹായിക്കും. ഇത്രയും ബുദ്ധിമുട്ടിലാണ്. ഈ കണ്ണ് ഇൻഫെക്ഷൻ വന്ന് കോപ്പ് കൂടി ആകതായി. ഇപ്പം ഈ കണ്ണും എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞാണ്. ഒരു ഗതികേടില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ജീവൻ കളയേണ്ട ഒരു മാർഗമുള്ളത്. അപ്പോൾ ലാസ്റ്റായിട്ട് എല്ലാവരും മുന്നിലേക്ക് ഇറങ്ങിയതാണ് കയ്യാട്ടാനും വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒരു 100-200 തന്നു പൊരുത്തപ്പെട്ട് ഇനി റമദാൻ മാസം സഹായിക്കും. ഇനി എൻ്റെ ഉമ്മാനെയും കുട്ടികളെയൊക്കെ ഒന്ന് സഹായിക്കും. വീട്ടിൽ നിന്ന് എപ്പോഴാണ് ജപ്തി ചെയ്ത് ഇറക്കി വിടാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ 2 സ്കാനർ കൊടുക്കുന്നുണ്ട്. ഒന്ന് മൈനോറിറ്റി ഫൗണ്ടേഷനും ഒന്ന് ഷിഹാബുദ്ദീനും കാണിക്കും. നിങ്ങളെല്ലാവരും ഒരു 100-200 തന്ന് റമദാൻ മാസത്തിൻ്റെ വർക്കത്തോണ്ട് എന്നെ സഹായിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൂ, ഇനി ലാസ്റ്റിൻ്റെ ഇതിലൊരു മാർഗ്ഗമില്ല. ഈ ജീവൻ കളയില്ലാതെ വേറെ മാർഗമോ വലിയ ബുദ്ധിമുട്ടിലാണ്. ഒരിക്കൽ കുടുംബത്തെ സംരക്ഷിച്ചിരുന്ന ഈ മനുഷ്യൻ ഇന്ന് സമൂഹത്തിന്റെ കരുണയിലേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത്. കടബാധ്യതകൾ തീർക്കുവാനായി തന്റെ പേരിലുള്ള 15 സെന്റ് സ്ഥലവും വീടും വിൽക്കുവാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചുവെങ്കിലും വാങ്ങാൻ ആളില്ലാത്തതിനാൽ അത് സാധ്യമായില്ല. ഇതോടെ കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുവാൻ പുതിയൊരു മാർഗമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വന്തം വീടും 15 സെന്റ് സ്ഥലവും നറുക്കെടുപ്പിലൂടെ കൈമാറി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കടങ്ങൾ തീർക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനായുള്ള നറുക്കെടുപ്പ് മാർച്ച് 29-ന് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജീവിതം മുഴുവൻ കുടുംബത്തിനായി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഇന്ന് പ്രതീക്ഷയുടെയും നിരാശയുടെയും ഇടയിൽ നിൽക്കുകയാണ്. ഈ ചെറിയ ശ്രമം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വീണ്ടും ഒരു പുതിയ തുടക്കമാവുകയാണോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമൂഹത്തിലെ നല്ല മനസ്സുകളുടെ ചെറിയ സഹായം പോലും ഈ കുടുംബത്തിന്റെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം തെളിയിക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99.